ഹായ് ഹലോ ഫ്രണ്ട്സ്, ജോയ് ഓഫ് ഫ്ലേറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലൈജു സ്റ്റീഫൻ ചിറൈ. ഇന്നിവിടെ നമ്മൾ ഒരു ബിഗോണിയയുടെ പ്രൊപ്പഗേഷൻ ആണ് നമ്മളിവിടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ബിഗോണിയ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ വളരെ വിശദമായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക. വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ഇവിടെ റീപ്പോർട്ട് ചെയ്യാൻ എടുത്തു വെച്ചിട്ടുള്ളത് ബിഗോണിയ പാവോനീനയാണ്. ഇതിൻ്റെ ശരിക്കുള്ള ID ഇതാണോ എന്നൊരു സംശയമുണ്ട്. 3 ടൈപ്പ് ബിഗോണിയാണുള്ളത്. ഒന്ന് റെക്സ് ബിഗോണിയ, വാക്സ് ബിഗോണിയ, കെയിൻ ബിഗോണിയ. അതിൽ റെക്സ് ബിഗോണിയയാണ് നിങ്ങൾ കാണുന്നത്. ഈ റെക്സ് ബിഗോണിയയിൽ ഏറ്റവും കൂടിയ ഒരു ഇനമാണ് ഈ ബിഗോണിയ. ഇതിനെ ഒന്ന് നമുക്ക് റീപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എങ്ങനെ റീപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. കാരണം ഇതൊരു കുഞ്ഞു ചട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞു ചട്ടിയിൽ നിന്ന് ധാരാളം തൈകളുണ്ട്, ഒത്തിരി തൈകളുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി പുതിയ ഒരു ചട്ടിയിലോട്ട്, വലിയ ഒരു ചട്ടിയിലോട്ട് നമുക്ക് റീപ്പോർട്ട് ചെയ്യാം. മാത്രവുമല്ല, റീപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മൺചട്ടിയാണ് ഉപയോഗിക്കേണ്ടത്. മൺചട്ടിയാകുമ്പോൾ ഇതിന് ബിഗോണിയയ്ക്ക് എപ്പോഴും തണുപ്പ് ആവശ്യമാണ്. അമിതമായ വെള്ളം വേണ്ട, പക്ഷേ തണുപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു മൺചട്ടി ഉപയോഗിക്കുക. മൺചട്ടിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മിശ്രിതം എന്ന് പറയുന്നത്, അതായത് പോട്ടിംഗ് മിശ്രിതം എന്ന് പറയുന്നത് മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവയാണ്. ഇത്രയും ഉപയോഗിക്കുക. ഇതിൽ ഇപ്പോഴും ഞാൻ ഇതെല്ലാം മൂന്നും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിശ്രിതമാണ്. ഇതിലേക്ക് നമ്മൾ ഈ ചെടിയെ അങ്ങോട്ട് റീപ്പോർട്ട് ചെയ്യുക. നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിലെ വേര് പൊട്ടിപ്പോകാതെ നോക്കണം. അതിനായിട്ട് സൂക്ഷിച്ച് വേണം റീപ്പോർട്ട് ചെയ്യാൻ. ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൈഡിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതിനെ തിരിച്ചു വെച്ച് ഇങ്ങനെ റീപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിൽ മണൽ, ഈ ചെളി മണലൊന്ന് മാറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിൽ ധാരാളം തൈകളുണ്ട്, കുഞ്ഞു കുഞ്ഞു തൈകളുണ്ട്. അതിനെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഒരു തൈ. അടുത്ത് നമുക്ക് വീണ്ടും മറ്റൊരു തൈ കണ്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് മുഴുവനായിട്ട് ചെടിച്ചട്ടിയിൽ നട്ടു വയ്ക്കാം. കാരണം ഇതിന് ഇനിയിപ്പോൾ 2 കുഞ്ഞു തൈകളേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് മാറ്റിയ ചിലപ്പോൾ ചീത്തയായി പോകും. അതുപോലെ തന്നെ ഇതിൽ ഈ ഇല മൂത്ത ഇലയാണ്. ഈ മൂത്ത ഇലയിൽ നിന്നും നമുക്ക് ഒരു ചെടി നമുക്ക് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ നടാമെന്ന് നോക്കാം. കുഴിയെടുത്തതിന് ശേഷം ഈ പ്ലാന്റിനെ ഇങ്ങനെ കുഴിച്ച് വയ്ക്കുക. അമിതമായിട്ട് താഴ്ന്നു പോകണ്ട. അതിൻ്റെ മുകൾ ഭാഗം മണ്ണിന് മുകളിൽ തന്നെ നിൽക്കണം. എന്നിട്ട് ഇത് ഒന്ന് അമർത്തി കൊടുക്കുക. ഇത്രയും മാത്രം മതി. ഒരാഴ്ച തണലിൽ വെക്കുക. ഇത് ചെടി അമിതമായിട്ട് വെയിൽ വേണ്ട, ഒരുപാട് വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ട. ഈ പ്ലാന്റിൻ്റെ പൂവാണ്, പൂവ് കരിഞ്ഞ് പോയതാണ്. അമിതമായിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട. കുറച്ച് വെള്ളം ഇപ്പം തൽക്കാലം ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. അമിതമായിട്ടുള്ള നന വേണ്ട. 2 ദിവസം കഴിഞ്ഞ് ഇനി നനച്ച് കൊടുത്താൽ മതിയാകും. ഇത് നമ്മുടെ ബിഗോണിയ കളക്ഷൻസിലേക്ക് മാറ്റുകയാണ്. ഇവിടെ അങ്ങനെ നമുക്ക് 3 ബിഗോണിയകളെയാണ് ഡിവിഷൻ മെത്തേഡിലൂടെ കിട്ടിയിരിക്കുന്നത്. ഈ ചെടിയുടെ കിഴങ്ങുകൾ പോലെ ഇരിക്കുന്ന ഭാഗമാണ് റൈസോംസ്. അതിനെയാണ് നമ്മളിവിടെ ഡിവിഷൻ മെത്തേഡിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ബിഗോണിയ റെക്സ് ബിഗോണിയയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. റെക്സ് ബിഗോണിയയെ ചിത്രപ്പച്ച ബിഗോണിയ എന്നും അഥവാ പെയിന്റഡ് ബിഗോണിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കിങ് ബിഗോണിയ എന്നറിയപ്പെടുന്നതും ഈ ബിഗോണിയയാണ്. നനവുള്ള നീർവാർച്ചയുള്ള മണ്ണാണ് ബിഗോണിയകൾ വളർത്തുവാൻ ഉപയോഗിക്കുന്നത്. റെക്സ് ബിഗോണിയകളുടെ ഇലകൾക്കാണ് പൂക്കളേക്കാൾ ഭംഗി. അതുകൊണ്ട് തന്നെ പൂക്കളേക്കാൾ പ്രാധാന്യവും ഇവയുടെ ഇലകൾക്കാണ്. ഉണങ്ങിയ ചാണകപ്പൊടി 2-3 മാസത്തിലൊരിക്കൽ വളമായി ഉപയോഗിക്കുക. കരിയില പൊടിയും വേണമെങ്കിൽ ഒരു 1/4 ഭാഗം ഉപയോഗിക്കാവുന്നതാണ്. നല്ല മഴ സമയങ്ങളിൽ ചാണകം പോലുള്ള വളങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ചാണകം മഴ സമയത്ത് ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ല നനവും തണലും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായിരുന്നാലും ഇവയുടെ മണ്ണിൽ വെള്ളം കെട്ടി നിന്നാൽ അത് ചെടിക്ക് ചീച്ചിൽ ഉണ്ടാക്കുന്നു. ഞങ്ങൾ ബിഗോണിയ പാവോനിന എന്ന് കരുതുന്ന ഈ റെക്സ് ബിഗോണിയയുടെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.